ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ. പാർട്ടി പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥി ആരായിരുന്നാലും ഒറ്റപ്പാലത്തെ കോൺഗ്രസ് നേതൃത്വം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ.കെ. ജയരാജൻ. രാഹുൽ മാങ്കൂട്ടം വിഷയം പോലെയല്ല പി.കെ. ശശിയുടേതെന്നും പി.കെ. ശശിക്കെതിരെ നിയമപരമായി കേസ് വന്നിട്ടില്ല എന്നും രാഷ്ട്രീയപരമായ ആരോപണം മാത്രമാണ് നിലനിന്നിരുന്നത് എന്നും അതുകൊണ്ട് പി.കെ. ശശിയെ മാറ്റി നിർത്തേണ്ട സാഹചര്യമില്ലെന്നും എൻ.കെ. ജയരാജൻ പറഞ്ഞു. നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും അദ്ദേഹത്തിന് നേരെ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണം ഉണ്ടായി എന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് നിയമപരമായിട്ടുള്ള ഒരാളും ഒരു തരത്തിലുള്ള പരാതി നൽകുകയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയോ കേസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിൻ്റെ നിയമ നടപടി നേരിടുകയോ ചെയ്തിട്ടില്ല. പി.കെ. ശശി UDF സ്വതന്ത്രനാവുമെന്ന അഭ്യൂഹങ്ങൾ വരുമ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർ ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അഭിപ്രായ ഭിന്നതകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും എൻ.കെ. ജയരാജൻ പറഞ്ഞു. ഇടപെട്ട് സംസാരിച്ചിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും സൗകര്യങ്ങളുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞ് പരിഹരിക്കാനുള്ള സംവിധാനമുണ്ട്. CPM-നകത്ത് വലിയ ഭിന്നത ഉണ്ടെന്നും LDF-നെതിരായി വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും നടക്കുക എന്നും പി.കെ. ശശി UDF സ്ഥാനാർത്ഥി ആവുകയാണെങ്കിൽ CPM വോട്ടുകളടക്കം UDF-ന് ലഭിക്കുമെന്നാണ് എൻ.കെ. ജയരാജൻ പറയുന്നത്. പി.കെ. ശശി ആണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് വിവരമൊന്നും ലഭ്യമായിട്ടില്ല. പി.കെ. ശശി ആണെങ്കിലും അല്ലെങ്കിലും CPM-നകത്ത് വലിയ രീതിയിൽ അവരുടെ നിലവിലെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് പാർട്ടിയുടെ നിലവിലുള്ള നിലപാടുകളെക്കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളുണ്ട്. ആ വ്യത്യാസങ്ങൾ CPM-ന് അല്ലെങ്കിൽ LDF-ന് എതിരായിട്ടുള്ള വോട്ടായി മാറാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഐക്യജനാധിപത്യ മുന്നണി ആരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയാലും ഒരല്പസ്വല്പം ആനുകൂല്യം അതിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു CPM-ൻ്റെ ഉന്നത നേതൃത്വ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തിയെ പോലുള്ള ഒരാൾ UDF-മായി സഹകരിച്ച് നിൽക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ കൂടുതൽ LDF-ൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ ഭാഗത്തുനിന്നുള്ള